Hi everyone, welcome back to Grow Malayalam. നിങ്ങൾക്കറിയാവോ കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് AUM ഏകദേശം 6 ഇരട്ടിയോളം വളർന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ 5 വർഷത്തിൽ മാത്രം 3 ഇരട്ടിയിലധികം ഇവിടെ വളർന്നിട്ടുണ്ട്. ഇപ്പൊ ഡിസംബർ 2025 80.23 ലക്ഷം കോടി എത്തിക്കൊണ്ട് അപ്പൊ നമ്മൾ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 മുതൽ 5 വർഷത്തിൽ സ്മോൾ ക്യാപ് 19 മുതൽ 22% ഇവിടെ നൽകിയിട്ടുണ്ട്. മിഡ് ക്യാപ് ആണെങ്കിൽ 21%, അതുപോലെ ഫ്ലെക്സി ക്യാപ് നോക്കുകയാണെങ്കിൽ 16%. അപ്പൊ ഈ എല്ലാ കാറ്റഗറിയും കൺസിസ്റ്റന്റ് റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. കാരണം ഈ ഒരു ഫണ്ടുകളെല്ലാം നിലവിൽ ഗ്രോത്ത് ഫേസിലുള്ള കമ്പനികളിലേക്കാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവരെല്ലാം പെർഫോമൻസ് ബെറ്റർ ആണ്. പക്ഷെ നിങ്ങൾ ഓർക്കുക, റിട്ടേൺസ് കൂടുതൽ എന്ന് പറയുമ്പോൾ എന്താണ്, റിസ്ക്കും കൂടുതലാണെന്നുള്ള കാര്യം. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ റിട്ടേൺസ് ബേസ് ചെയ്ത് ടോപ്പ് മ്യൂച്വൽ ഫണ്ട്സ് ആയ ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട്, പാരാക്പരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്, അതിൽ HDFC മിഡ് ക്യാപ് ഫണ്ട് ഈ അടുത്ത ക്വാർട്ടേഴ്സിൽ അവരുടെ ഹോൾഡിംഗ്സ് കൂട്ടിയ 3 സ്റ്റോക്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് സ്റ്റോക്സ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ? സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കമ്പനി വരുന്നത് യഥാർത്ഥ് ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസസ് ആണ്. ഈ ഒരു ക്വാർട്ടറിൽ യഥാർത്ഥ് ഹോസ്പിറ്റലിൽ DIS 2.31% ഹോൾഡിംഗ്സ് കൂട്ടിട്ടുണ്ട്. അതുപോലെ ബെൻഡൻ സ്മോൾ ക്യാപ് ഫണ്ട് അവരുടെ സ്റ്റേക്ക് 1.18% കൂട്ടിട്ടുണ്ട്. അപ്പൊ സ്റ്റോക്ക് അവരുടെ IPO പ്രൈസ് ആയ 300 നിന്ന് റാലി ചെയ്തു. അതിൽ ഒക്ടോബർ 2025 843 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഇവിടെ ഏകദേശം 35% കറക്റ്റ് ചെയ്തു. 485 മുതൽ 505 സോൺ സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി സെയിൽസ് 32% CAGR വളർന്നിട്ടുണ്ട്. അതേസമയത്ത് പ്രോഫിറ്റ് ഗ്രോത്ത് 43% CAGR ആണ്. വാല്യൂഷൻ പെർസ്പെക്ടീവില് ആസ് ഓഫ് ജാനുവരി യഥാർത്ഥ് ഹോസ്പിറ്റൽ 34.89x PE-ലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് സെക്ടർ മീഡിയൻ അതിൽ കോമ്പറ്റേറ്റേഴ്സിനെക്കാളും താഴെയാണ്. അതേസമയത്ത് PG റേഷ്യോ 0.81 ആണ്. അപ്പൊ ഇത് ഹൈ ഗ്രോത്ത് ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇനി നമ്മൾ ബിസിനസിനെ പറ്റി സംസാരിക്കുമ്പോൾ യഥാർത്ഥ് നോർത്ത് ഇന്ത്യയിൽ മെയിൻലി ഡൽഹി NCR റീജിയനിലെ ഹോസ്പിറ്റൽ നെറ്റ്വർക്കിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ കമ്പനിയുടെ റവന്യൂന്റെ ഏകദേശം 37% ഗവൺമെന്റ് ഹെൽത്ത് സ്കീംസ് എന്നാണ് ഇവിടെ വരുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം റേറ്റ് റിവൈസ് ചെയ്തതിനു ശേഷം സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ്സിന്റെ റീഇംബേഴ്സ്മെന്റ് ഇംപ്രൂവ് ആയിട്ടുണ്ട്. യഥാർത്ഥ് ഹോസ്പിറ്റൽ ചില സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സിന് വേണ്ടി ഫോറിൻ പേഷ്യൻസിനെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആഫ്രിക്കയിൽ നിന്നും കോമൺവെൽത്ത് ഓഫ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്സിൽ നിന്ന് വരുന്ന പേഷ്യൻസിനെ മെഡിക്കൽ ട്രാവൽ പാർട്ട്ണർഷിപ്പ് വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിവിടെ കുറച്ച് മെയിൻ മെട്രിക്സ് നോക്കുകയാണെങ്കിൽ 2021 ഫൈനാൻഷ്യൽ അതിൽ ഹാഫ് ഇയർ എൻഡിംഗ് ഫൈനാൻഷ്യൽ 2026 ഇടയ്ക്ക് ബെഡ് കപ്പാസിറ്റി 3 ഇരട്ടിയായിട്ട് ഇവിടെ വളർന്നു. ഒക്യുപ്പൻസി 42% 66% കൂടി. അതേസമയത്ത് നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ മെച്യൂർ ഹോസ്പിറ്റൽസ് ഏകദേശം 72% ഒക്യുപ്പൻസിയിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ഒരു സെയിം പീരീഡിൽ ആവറേജ് റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡ് 21,287 രൂപയിൽ നിന്ന് 32,000 രൂപയായിട്ട് കൂടി. ഇനി നമ്മൾ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ Q2 FY25 അതുപോലെ Q2 FY26 ഇടയ്ക്ക് റവന്യൂ ഇയർ ഓവർ ഇയർ 28% ഇവിടെ വളർന്നു. ഇവിടെ പുതിയ ഹോസ്പിറ്റൽ ടോപ്പ് ലൈനെ സപ്പോർട്ട് ചെയ്ത് 110% ഇയർ ഓവർ ഇയർ ഗ്രോത്തോടെ, അതുപോലെ മെച്യൂർ ഹോസ്പിറ്റൽ ഇയർ ഓവർ ഇയർ 19% ഗ്രോത്ത് ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എക്സ്പെൻസ് ഇവിടെ ഇയർ ഓവർ ഇയർ 32% കൂടി. ഇത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി പ്രഷർ ക്രിയേറ്റ് ചെയ്തു. അതിൽ എബിറ്റ ഇയർ ഓവർ ഇയർ 18% ഇവിടെ വളർന്നു. അതേസമയത്ത് മാർജിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ 200 ബേസിസ് പോയിന്റ് ഇവിടെ ചുരുങ്ങി. എന്നാൽ ഇവിടെ ഫൈനാൻസ് കോസ്റ്റ് കുറവായതുകൊണ്ടും അതിൽ അതർ ഇൻകം കൂടുതലായതുകൊണ്ടും നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 33% കൂടി 41.3 കോടിയായി. അതിൽ നെറ്റ് മാർജിൻ 60 ബേസിസ് പോയിന്റ് ആയിട്ട് ഇവിടെ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ 2026 ഫൈനാൻഷ്യലിൽ മാനേജ്മെന്റ് ഇയർ ഓവർ 30% റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് നൽകിയിട്ടുണ്ട്. ഇപ്പൊ ലോങ് ടേമിൽ മെച്യൂർ ഹോസ്പിറ്റൽസിന്റെ ഒക്യുപ്പൻസി ഇംപ്രൂവ് ആയപ്പോൾ 28 മുതൽ 29% എബിറ്റ മാർജിന്റെ പൊട്ടൻഷ്യൽ ഉണ്ട്. അടുത്ത ഗ്രോത്ത് ഫേസിന് വേണ്ടി മാനേജ്മെന്റ് അടുത്ത 3-4 വർഷത്തിലെ ഏകദേശം 2500 ബെഡിൽ നിന്ന് കപ്പാസിറ്റി ഡബിൾ ചെയ്യാൻ വേണ്ടി ഇവിടെ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി ഓപ്പറേഷണൽ സൈഡിൽ ആവറേജ് റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡ് ഇയർ ഓവർ ഇയർ 8 മുതൽ 10% ഗ്രോത്ത് ആണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം ആഗ്ര ഹോസ്പിറ്റൽ ഇമ്പാക്ട് Q4 തൊട്ട് റിഫ്ലക്ട് ചെയ്യും. ഇനീഷ്യലി റവന്യൂ പെർ ഒക്യുപ്പൈഡ് ബെഡ് ഏകദേശം 30,000 രൂപയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി സ്റ്റാർട്ട് ആകുമ്പോൾ അതുപോലെ ഒക്യുപ്പൻസി ഇംപ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ആവറേജ് എത്താം, അല്ലെങ്കിൽ അതിന് മേലെ ഇവിടെ പോകാം. % के ऑक्यूपेंसी लेवल्स चल रहे हैं वो ऑपरेटिंग बेड्स पे थोड़े ज्यादा है, बट अगर हम ओवरऑल 250 बेड्स पे बात करें तो हमें ऐसा लगता है कि जो 35% वाली ऑक्यूपेंसी है ये अगले साल से ही 60% के आसपास हो सकती है. और फर्दर इसमें अभी और भी ग्रोथ है क्योंकि काफी स्पेशलिटीज हैं, सुपर स्पेशलिटीज हैं जो अभी इस हॉस्पिटल में उतनी फोकस नहीं करी जा रही थी, तो उसको यथार्थ ब्रांड स्टार्ट करेगा, प्रमोट करेगा. और साथ ही हम आगरा में पहली बार रोबोटिक ट्रीटमेंट सर्जरी स्टार्ट कर रहे हैं. आगरा में पहला दा विंची सर्जिकल रोबोट बहुत जल्दी हम हॉस्पिटल में लगाने जा रहे हैं. साथ ही साथ ऑर्थोपेडिक रोबोट से रोबोटिक नी रिप्लेसमेंट्स भी इस शहर में स्टार्ट होंगे. ഇതാണ് ആഗ്ര ഹോസ്പിറ്റലിനായിട്ടുള്ള മാനേജ്മെന്റ് ഔട്ട്ലുക്ക് വരുന്നത്. കൂടാതെ കമ്പനി അടുത്ത 4.5 മുതൽ 5 വർഷത്തിൽ 1,500 കോടിയുടെ കാപെക്സ് ആണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്.
ഇനി ഒക്യുപ്പൻസി ഗൈഡൻസിനെ കുറിച്ച് മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളതെന്നുള്ളത് നിങ്ങൾ ഇവിടെ ഒന്ന് കേട്ടു നോക്കുക. बेड्स जो कि इस समय जो स्टार्ट हो चुके हैं उस पे काउंट करें, जो कि ऑलरेडी क्लोज टू 65% है, तो हमें लगता है कि एग्जिस्टिंग बेड्स की जो 65% की ऑक्यूपेंसी है ये क्लोज टू 70% जा सकती है विद इन 1 ईयर, और साथ ही हम काफी और जो बेड्स ऐड कर रहे हैं. ഇനി നമുക്ക് ക്യാഷ് ഫ്ലോ നോക്കാം. 2024 ഫൈനാൻഷ്യലില് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം റിസീവബിൾസ് എന്നുള്ള പ്രഷറാണ്. 2025 ഫൈനാൻഷ്യല് CFO 150 കോടിയായിട്ട് ഇംപ്രൂവ് ആയി. ഇപ്പൊ ഡിപ്രീസിയേഷൻ 57 കോടിയിലേക്ക് ഇരട്ടിയായിക്കൊണ്ട് അതിൽ റിസീവബിൾ പ്രഷർ കുറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ ഇത് ക്യാഷ് ഫ്ലോനെ സപ്പോർട്ട് ചെയ്തു. അപ്പൊ ഈ ഒരു പീരീഡിൽ CFO ബൈ പാറ്റ് 1.15x നിന്നു. എന്നാൽ ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2024 റിസീവബിൾ പ്രഷർ വീണ്ടും വന്ന് CFO 48.5 കോടി ആയിക്കൊണ്ട് അതിൽ CFO ബൈ പാറ്റ് 0.58x കുറഞ്ഞുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന സ്ലോവർ ക്യാഷ് കൺവേർഷൻ ആണ്. ഇനി നമ്മൾ റിസ്കിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ യഥാർത്ഥ ഹോസ്പിറ്റൽ മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യയിലാണ് പ്രവർത്തിക്കുന്നത്. 9-8 ഹോസ്പിറ്റലും ഡൽഹി NCR റീജിയനിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത്. ഏകദേശം 51% ഓപ്പറേഷൻ നോയിഡ, അതുപോലെ ഗ്രേറ്റ് നോയിഡയിൽ നിന്ന് മാത്രമാണ് വരുന്നത്. അപ്പൊ ഇത് കോൺസെൻട്രേഷൻ റിസ്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ഷെയർ ഹോൾഡിംഗ്സ് നമ്മൾ നോക്കുമ്പോൾ പ്രൊമോട്ടർ സ്റ്റേക്ക് 61.64% 55.8% കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു ട്രെൻഡാണ്. അതിൽ ഇൻവെസ്റ്റേഴ്സ് മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം കൂടിയാണിത്. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് സ്റ്റോക്ക് എന്ന് ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനിയാണ്. ഈ ഒരു ക്വാർട്ടറിൽ DS 0.36% അഡീഷണൽ ഹോൾഡിംഗ്സ് കൂട്ടിട്ടുണ്ട്. പരാപരി ഫ്ലെക്സിക്ക ഫണ്ട് ഡിസംബർ ക്വാർട്ടറിൽ 1.23% ഹോൾഡിംഗ്സ് എടുത്തിട്ടുണ്ട്. സ്ട്രോങ് മൊമെന്റത്തിന് ശേഷം സ്റ്റോക്ക് ജൂലൈ 2024 1543 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം പ്രൈസ് ഏകദേശം 30% കറക്റ്റ് ചെയ്തു. ഇപ്പൊ 923 അതിൽ 802 ലെവലിൽ സ്റ്റോക്കിന് ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ സെയിൽസ് ഏകദേശം 15% CAGR വളർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഗ്രോത്ത് ഏകദേശം 47%. അപ്പൊ കമ്പനിയുടെ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ അതുപോലെ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ഷിപ്പ് വഴി ക്രൂഡ് ഓയിൽ, പെട്രോളിയം പ്രൊഡക്ട്സ്, ഗ്യാസ്, അതുപോലെ ഡ്രൈ ബൾക്ക് കമ്മോഡിറ്റീസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ ഒന്നാണിത്. അപ്പൊ ബിസിനസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻലി 2 പാർട്സ് ആയിട്ട് ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഷിപ്പിംഗ് ആൻഡ് ഓഫ് ഷോർ. ഷിപ്പിംഗ് സെഗ്മെന്റിൽ എക്സോൺ മൊബിൽ, റിലയൻസ്, അത് ഷെവറോൺ പോലത്തെ എൻഡ് കസ്റ്റമേഴ്സിന്റെ ഒപ്പമാണ് വർക്ക് ചെയ്യുന്നത്. ഏകദേശം 69% റവന്യൂ ഗ്ലോബൽ ഓപ്പറേഷൻസ് എന്നാണ് ഇവിടെ വരുന്നത്. ഓഫ് ഷോർ ബിസിനസ് അവരുടെ സബ്സിഡറി ആയ ഗ്രേറ്റ് ഷിപ്സ് ഇന്ത്യ ലിമിറ്റഡ് വഴിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഓയിൽ എക്സ്പ്ലോറേഷൻ, അതിൽ പ്രൊഡക്ഷനിലേക്കുള്ള ഓഫ് ഷോർ സർവീസസ് നൽകിക്കൊണ്ട് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നതാണ് ജാക്കബ് ബ്രിക്സ്, അതിൽ സപ്പോർട്ട് വെസൽസും. അപ്പൊ ഇവർ ഇന്ത്യയിൽ ONGCയോട് ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഇവർ പ്രവർത്തിക്കുന്നവരാണ്. അപ്പൊ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ Q2 FY26 റവന്യൂ 8% ഇടിഞ്ഞു. അപ്പൊ ഈ ഒരു പീരീഡിൽ കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് കപ്പാസിറ്റി കുറവായിരുന്നു, കാരണം പഴയ കുറച്ച് ഷിപ്സ് വിറ്റിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ടാങ്കർ അതുപോലെ തന്നെ ഡ്രൈ ബൾക്ക് സെഗ്മെന്റ് ഫ്രൈറ്റ് റേറ്റ്സ് കുറവായിരുന്നു. അപ്പൊ കമ്പനിയുടെ എക്സ്പെൻസ് ഇവിടെ 27% കുറഞ്ഞു. അപ്പൊ ഇത് ഡയറക്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 11% ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 1200 ബേസിസ് പോയിന്റ് ആയിട്ട് ഇംപ്രൂവ് ചെയ്തു. അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറഞ്ഞതും അതുപോലെ ടാക്സ് റേറ്റ് കുറഞ്ഞതും നെറ്റ് പ്രോഫിറ്റിനെ ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെറ്റ് മാർജിന് 424 ബേസിസ് പോയിന്റ് ഇംപ്രൂവ്മെന്റ് കാരണമായി. അപ്പൊ ബിസിനസ് ഔട്ട്ലുക്കിൽ മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഒന്ന് കണ്ടു നോക്കുക. फोरकास्ट करना मुश्किल है, आपको तो हमसे बेहतर पता है कि ये रोज चेंज हो जाते हैं. लेकिन जो है हमारे शिप्स तो स्पॉट मार्केट पे हैं. मार्केट हाई तो हम लोग स्ट्रॉन्ग रेट्स अर्न करते रहेंगे, प्रॉफिटेबिलिटी बढ़ती रहेगी, कैश फ्लो रहेगी. और अगर मार्केट्स ड्रॉप भी हो जाए तो हम तो तैयार हैं शिप्स खरीदने के लिए. काफी साल हो गए हमें एक्सपेंड किए हुए, तो हमें तो वो मार्केट्स नीचे आएंगी तो हम तो वैल्यू बाइंग के लिए तैयार रहेंगे, क्योंकि हमारी बैलेंस शीट में तो नेगेटिव नेट डेट है आजकल. बिल्कुल ठीक तो बात उसको इन्वेस्ट करने की कोशिश करेंगे फिर. അപ്പോൾ ബോറോയിങ് കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ ബോറോയിങ്സ് 2024 ഫൈനാൻഷ്യൽ 3048 കോടിയിൽ നിന്ന് ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2024 1254 കോടിയായിട്ട് കുറഞ്ഞു. അപ്പൊ ഈ ഒരു റിഡക്ഷൻ ലോങ് ടേം ബോറോയിങ്സ് അതിൽ ഷോർട്ട് ടേം ബോറോയിങ്സ് രണ്ടിലും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇവരുടെ ക്യാഷ് ഫ്ലോ നോക്കുമ്പോൾ 2024 ഫൈനാൻഷ്യൽ CFO 2808 കോടിയായിരുന്നു. അപ്പൊ ഇത് 2025 ഫൈനാൻഷ്യൽ പേയബിൾ പ്രഷർ കാരണം കുറച്ച് കുറഞ്ഞു. അപ്പൊ ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2024 1243 കോടി ജനറേറ്റ് ചെയ്തു. അപ്പൊ ഇത് കാരണം CFO ടു പാറ്റ് റേഷ്യോ സ്റ്റഡി ആയിട്ട് ഇംപ്രൂവ് ആയി. ഇപ്പൊ 2024 ഫൈനാൻഷ്യൽ 1.07x, 2025 ഫൈനാൻഷ്യൽ 1.12x, ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2024 1.14x. ഇനി നമ്മൾ കമ്പനിയുടെ മെയിൻ റിസ്ക് നോക്കുമ്പോൾ ജാനുവരി വരെ കമ്പനി 8.9 PE ട്രേഡ് ചെയ്തത്. അപ്പൊ ഇത് മീഡിയൻ അതിൽ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതിൽ PEG 0.19 ആണ്. അപ്പൊ ഇത് കമ്പനിക്ക് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. എന്നാലും ഈ ഒരു അടുത്ത ക്വാർട്ടേഴ്സിൽ നമ്മൾ നോക്കുമ്പോൾ ഗ്രോത്ത് സ്ലോ ആയിട്ടുണ്ട്, അതിൽ ഈവൻ നെഗറ്റീവ് ആയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്താൽ വാല്യൂഷൻ ഇത് ബാധിക്കാം. അപ്പൊ ബിസിനസ്സിൽ ഏർണിംഗ്സ് വോളറ്റിലിറ്റി റിസ്ക് ഉണ്ട്,
കാരണം ഓൾമോസ്റ്റ് 80% ഷിപ്സ് സ്പോട്ട് മാർക്കറ്റിലാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം ഷിപ്സ് കറന്റ് മാർക്കറ്റ് റേറ്റിൽ നമ്മൾ ബുക്ക് ചെയ്യും. ഇത് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അനുസരിച്ച് ഡെയിലി ഇവിടെ മാറും. അപ്പൊ ഈ ഒരു ഹൈ സ്പോട്ട് എക്സ്പോഷർ കാരണം ഫ്യൂച്ചർ ഏർണിംഗ്സിനെ കുറിച്ച് ക്ലിയർ ഗൈഡൻസ് നൽകുന്നവിടെ ബുദ്ധിമുട്ടാകാം. അപ്പം ഈ ഒരു സെറ്റപ്പിൽ ഫ്രൈറ്റ് റേറ്റ്സിൽ ചെറിയൊരു ഡ്രോപ്പ് പോലും പ്രോഫിറ്റബിലിറ്റിനെ ഇവിടെ ബാധിക്കാം. ഇപ്പം നമ്മളോട് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ Q2 FY26 പ്രൊഡക്റ്റ് ടാങ്കർ റേറ്റ്സ് കുറഞ്ഞപ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ സീക്വൻഷ്യൽ ഡ്രോപ്പ് ഇവിടെ കണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു റിസ്ക് ക്ലിയർ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ തേർഡ് സ്റ്റോക്ക് വരുന്ന ഓറോബിന്ദോ ഫാർമയാണ്. ഈ ഒരു ക്വാർട്ടറിൽ DIS അവരുടെ സ്റ്റേക്ക് 0.06% കൂട്ടി. അതിൽ HDFC മിഡ് ക്യാപ് ഫണ്ട് ഡിസംബർ 2025 3.25% ഹോൾഡിംഗ്സ് അക്യൂർ ചെയ്തു. അപ്പൊ സ്ട്രോങ് റാലിക്ക് ശേഷം സെപ്റ്റംബർ 2024 സ്റ്റോക്ക് 1592 ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് ഏകദേശം 30% കറക്റ്റ് ചെയ്തു. ഇപ്പൊ 960 മുതൽ 1000 സ്ട്രോങ് സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യാം. ഇപ്പൊ 2023 ഫൈനാൻഷ്യൽ ഇയർ അതിൽ 2025 ഫൈനാൻഷ്യൽ ഇയറിന്റെ ഇടയ്ക്ക് സെയിൽസ് 1.2 ഇരട്ടി വളർന്നു. മെറ്റീരിയൽ കോസ്റ്റ് 45% 41% കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് എക്സ്പെൻസ് 1.19x മാത്രമേ കൂടിയിട്ടുള്ളൂ. ഇപ്പൊ സ്ട്രോങ് കോസ്റ്റ് കൺട്രോൾ കാരണം പെർഫോമൻസ് നല്ലപോലെ ബെറ്റർ ആയി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 1.77x നെറ്റ് പ്രോഫിറ്റ് 1.88x കൂടി. ഇനി വാല്യൂഷന്റെ പെർസ്പെക്റ്റീവില് ജാനുവരി വരെ കമ്പനി 19x PE ട്രേഡ് ചെയ്തത്. അപ്പൊ ഇത് മീഡിയൻ അതുപോലെ പല കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ താഴെയാണ്. എന്നാൽ PG 2.4 ആണ്. ഇത് റിലേറ്റീവ്ലി കൂടുതലാണ്. അപ്പൊ ഇത് ലോവർ ഗ്രോത്ത് എക്സ്പെക്ടേഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഓറോബിന്ദോ ഫാർമ ലീഡിംഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അപ്പൊ ഇവർ മെഡിസിൻസ് ഡെവലപ്പ് ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതിൽ മാർക്കറ്റ് ചെയ്യുന്നവരാണ്. അപ്പൊ കമ്പനി വെർട്ടിക്കലി ഇന്റഗ്രേറ്റഡ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ APIs മുതൽ ഫിനിഷ്ഡ് മെഡിസിൻസ് വരെയുള്ള മൊത്തം വാല്യൂ ചെയിൻ ഇവർ കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏകദേശം 52% APIsഉം ഇൻഹൗസ് ആയിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കോസ്റ്റ് കൺട്രോൾ അതിൽ സപ്ലൈ സ്റ്റെബിലിറ്റി നൽകുന്നുണ്ട്. അപ്പൊ കമ്പനിക്ക് 30-ലധികം മാനുഫാക്ചറിംഗ് ഫെസിലിറ്റീസ് ഉണ്ട്. ഇന്ത്യ മാത്രമല്ല പോർച്ചുഗൽ, ബ്രസീൽ, ചൈനയിലും അവർക്കുണ്ട്. ടോട്ടൽ ഫോർമുലേഷൻ കപ്പാസിറ്റി 60 ബില്യൺ ഡോസ് എക്സീഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ USA ആണ് കമ്പനിയുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. റവന്യൂലേക്ക് ഏകദേശം 44% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ അവിടെ കമ്പനി അവരുടെ മാനുഫാക്ചറിംഗ് പ്രസൻസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഇനി കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട്സ് നമ്മൾ നോക്കുക. Q2 FY26 റവന്യൂ ഇയർ ഓവർ ഇയർ 6% വളർന്നു. ഇതിന് മെയിൻ സപ്പോർട്ട് US ഫോർമുലേഷൻ ബേസ്ഡ് ബിസിനസ്സിൽ നിന്നാണ്. അതേസമയത്ത് യൂറോപ്പും ഗ്രോത്ത് മാർക്കറ്റും സ്ട്രോങ് മൊമെന്റം മെയിൻറ്റെയിൻ ചെയ്തു. യൂറോപ്പ് റീജിയൻ ഇയർ ഓവർ ഇയർ 17.8% ഗ്രോത്ത് നൽകി. റവന്യൂ 2480 കോടിയിലേക്ക് എത്തിക്കൊണ്ട്. ഇനി ആന്റി റിട്രോവൈറൽ സെഗ്മെന്റിൽ റവന്യൂ ഇയർ ഓവർ ഇയർ 68.7% ഇംപ്രൂവ് ചെയ്ത് 325 കോടിയായി. പുതിയ ടെൻഡേഴ്സും ഹയർ വോളിയൂസും കാരണമാണ് ഇത് സംഭവിച്ചത്. ഇനി എക്സ്പെൻസ് സൈഡിൽ കോസ്റ്റ് റവന്യൂന്റെ ഒപ്പം തന്നെ വളർന്നു. ഇയർ ഓവർ ഇയർ 6%. അപ്പൊ ഇത് കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 7% കൂടി. ഏകദേശം ഓപ്പറേറ്റിംഗ് മാർജിൻ 20% സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുണ്ട്. ഇനി ബോട്ടം ലൈനില് ഡിപ്രീസിയേഷൻ അത് ടാക്സ് റേറ്റ് കൂടുതലായതുകൊണ്ട് Q2 FY26 നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 4% വളർന്നു. അതേസമയത്ത് നെറ്റ് മാർജിൻ 10% ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിന്നു. ഇനി നമ്മൾ ഇവരുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ ഫൈനാൻഷ്യൽ 2026 മാനേജ്മെന്റ് 20 മുതൽ 21% മാർജിൻ ടാർഗറ്റ് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ കമ്പനിയുടെ യൂറോപ്യൻ ബിസിനസ് 2026 ഫൈനാൻഷ്യൽ അവസാനത്തിന് മുമ്പ് 1 ബില്യൺ യൂറോ ആനുവൽ റവന്യൂ ക്രോസ് ചെയ്യാൻ ട്രാക്കിലാണ്. അപ്പൊ മെയിൻ മാർക്കറ്റിൽ നിന്ന് സ്റ്റഡി കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ട്. കൂടാതെ ചൈന ഫെസിലിറ്റി പതുക്കെ ഇവിടെ സ്കെയിൽ അപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത 2 മുതൽ 3 വർഷത്തിൽ ടേൺ ഓവർ ട്രിപ്പിൾ ഡിജിറ്റ് ലെവലിലേക്ക് എത്താനാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ക്യാപെക്സ് പ്ലാനിൽ മാനേജ്മെന്റ് എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഇവിടെ ഒന്ന് കേട്ടു നോക്കുക. No, we will be doing normal capex, which will be somewhere around maybe around 150 to 200 million, which will be the sustenance capital which we will be incurring it, and the one which we have already committed. See, you have to understand the fact that we are already having more than 30 plants, and some of the plants are we are also increasing the capacity on every plant by about 10 to 15% like that. So that capex will be done. ഇനി കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് നമ്മൾ നോക്കുക. 2025 ഫൈനാൻഷ്യലിൽ ബോറോയിങ്സ് കൂടി. എന്നാൽ ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2026 ചെറുതായിട്ട് ചുരുങ്ങി. അപ്പൊ ഇതിന്റെ മെയിൻ കാരണം ലോങ് ടേം ബോറോയിങ്സ് കുറഞ്ഞതാണ്. ഇപ്പൊ ഷോർട്ട് ടേം ബോറോയിങ്സ് കൂടുതലും സ്റ്റേബിൾ ആയിട്ട് തന്നെ ഇവിടെ നിന്നു. കൂടാതെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് 17 കോടിയിൽ നിന്ന് 576 കോടിയായിട്ട് ഇവിടെ കൂടി. അപ്പൊ ഇത് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട ഒരു ട്രെൻഡാണ്. ഇനിയിപ്പോ നമ്മൾ ഇവരുടെ ക്യാഷ് ഫ്ലോ നമ്മൾ നോക്കുവാണെങ്കിൽ 2024 ഫൈനാൻഷ്യലിൽ റിസീവബിൾസ് അല്ലെങ്കിൽ ഇൻവെന്ററി പ്രഷർ കാരണം CFO 2435 കോടിയായിരുന്നു. 2025 ഫൈനാൻഷ്യലിൽ ക്യാഷ് ഫ്ലോ 3925 കോടിയിലേക്ക് ഇംപ്രൂവ് ആയി. ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2024 CFO 2885 കോടിയിൽ നിന്നു. അപ്പൊ ഇത് CFO ടു പാറ്റ് റേഷ്യോ 1.72x കൊണ്ടുവന്നു. അപ്പൊ ഇത് സ്ട്രോങ് ക്യാഷ് കൺവേർഷൻ ആണ് സൂചിപ്പിക്കുന്നത്. ഇനി കമ്പനിയുടെ മെയിൻ റിസ്ക് നോക്കുമ്പോൾ റെഗുലേറ്ററി ഫാക്ടർ ഒഴിച്ച് നോക്കിയാൽ ഇൻവെന്ററി 2024 ഫൈനാൻഷ്യലിൽ 9808 കോടിയിൽ നിന്ന് ഹാഫ് ഇയർ ഫൈനാൻഷ്യൽ 2024 11192 കോടിയിലേക്ക് കൂടി. ഇതോടെ ഇൻവെന്ററി ടു സെയിൽസ് 33.8% 34.4% കൂടി. ഇൻവെന്ററി ഡേയ്സ് 284 310
അതേസമയം സെയിൽസ് ഗ്രോത്ത് സ്ലോ ആയി. ഈ ഒരു ട്രെൻഡ് ഡിമാൻഡ് സപ്ലൈ മിസ്മാച്ച് ഉണ്ടെന്നും വർക്കിംഗ് ക്യാപിറ്റൽ ഇന്റൻസിറ്റി കൂടുന്ന ഫ്യൂച്ചറിൽ മാർജിനും ക്യാഷ് ഫ്ലോയിലും പ്രഷർ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ കമ്പനി ഏകദേശം 44% റോ മെറ്റീരിയലും ചൈനയിൽ നിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജിയോ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ഷനും സെയിൽസിനെ അത് ബാധിക്കാം. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ബിസിനസിനും അതിൻ്റെതായ മോഡൽ, ഗ്രോത്ത് ഫാക്ടേഴ്സ്, അതുപോലെ റിസ്ക് എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവിടെ തോന്നുന്നത്? വാല്യുവേഷൻ, ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഔട്ട്ലുക്ക് ആണോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റ്സ് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസ് അല്ല. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ഒരു കമ്പനിയിലേക്കൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.